ഇന്നിവിടെ രോഗപ്രതിരോധത്തിന് ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടില് നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് പനിക്കൂർക്ക. പ്ലെക്ട്രാന്തസ് എംബോയിനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രനാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ പനിക്കൂർക്ക ലാമിനേസിയ ഫാമിലിയിൽ പെട്ടതാണ്. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ചെസ്റ്റ് കൺജഷൻ ഉള്ള സമയത്താണ്. 3 തരത്തിലുണ്ട് പനിക്കൂർക്ക. സാധാരണ കൂർക്ക, അതുപോലെ ചുമക്കൂർക്ക, പിന്നെ അലങ്കാര സസ്യമായിട്ട് ചെടികളുടെ അറ്റത്ത് ഇങ്ങനെ സ്പോട്ട്സ് ആയിട്ടുള്ളത് അലങ്കാര സസ്യമായിട്ട് യൂസ് ചെയ്യും. ഇത് തണ്ടും ഇലകളുമാണ് ഇതിന്റെ ഔഷധയോഗ്യ ഭാഗം. നമ്മൾ കിണറിന്റെ കരയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ കാട് പോലെ വളരും. അതുപോലെ ഇത് നിങ്ങളുടെ വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഔഷധമാണ് പനിക്കൂർക്ക. അതിൽ ക്രാവക്രോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റന്റ് ഉണ്ട്. അതുപോലെ ഈ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പനിക്കൂർക്കയുടെ സ്വരസത്തില് 1-2 തുള്ളി ചെറുതേൻ യൂസ് ചെയ്തിട്ട് ചെറുതേനോ അല്ലെങ്കിൽ മുലപ്പാലോ ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ടുകൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. 5 വയസ്സായ കുട്ടികൾക്കൊക്കെ ഈ പനിക്കൂർക്ക നന്നായിട്ട് ഫ്രൈങ് പാനിൽ നമ്മളിട്ട് ചൂടാക്കിയിട്ട് വിരലുകൊണ്ട് ഞെരടി പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ആ നീരിൽ കുറച്ച് കൽക്കണ്ടമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ശ്വാസമുട്ടലിനും ചുമയ്ക്കും വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ പനിക്കൂർക്കയുടെ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ ഉരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന കഫക്കെട്ടിന് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇതിന്റെ ഒരു സ്വരസം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് ഈ കഫക്കെട്ടുള്ള സമയത്ത് ചെസ്റ്റിലും റിബ്സിലും അതുപോലെ പിൻകഴുത്തിലൊക്കെ പുരട്ടുന്നത് കഫ ഇളകി പോകാൻ വളരെയധികം സഹായിക്കും.